Radio Library. Radio Library with RJ Radish. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഈ ആഴ്ച നമ്മൾ ഒരു കവിത പുസ്തകമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. 40 കവിതകളടങ്ങിയ കവിത സമാഹാരം. ഈ കവിത എഴുതിയ മുഹമ്മദ് ഹുസൈൻ വാണിമേലാണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് റേഡിയോ ലൈബ്രറിയിൽ. എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ നമ്മൾ റേഡിയോ ലൈബ്രറിയിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. പെയ്തൊഴിയാത്ത ഓർമ്മക്കാലം എന്ന ആ ഒരു അനുഭവക്കുറിപ്പുകൾ റേഡിയോ ലൈബ്രറിയിലൂടെ തന്നെ നമ്മൾ കേട്ടതാണ്. എന്നാലും ഇത്തവണ അദ്ദേഹം കവിതകളാണ് എഴുതിയിരിക്കുന്നത്. ഷാർജ ബുക്ക് ഫെയറിലാണ് ആ കവിതാ പുസ്തകം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. ഹുസൈൻ വാണിമേൽ, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. നമസ്കാരം രതീഷ്. തൂവൽ ശേഷിപ്പ് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഒരുപാട് പേരിലേക്ക് ഒരു കവിത എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴായി ഉണ്ടാവുന്ന ചില ഇമോഷണൽ ഫീലിങ്സ്, നമുക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവുന്ന ചിന്തകൾ, പല കാഴ്ചകളും നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ പലതും കുറിച്ചു വെക്കുന്നത്. അത്തരം പലപ്പോഴായി എഴുതിയ പല കാഴ്ചകൾ കണ്ടതിന്റെ ചിന്തകളിലാണ് ഈ കവിതകൾ ജനിക്കുന്നത്. അത്തരം കുറിപ്പുകൾ ചേർത്ത് വെച്ച് 40ഓളം കവിതകളാണ് ഒരു പുസ്തക രൂപത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഹാംലെറ്റ് ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ റഫീഖ് ബദ്രിയന്റെ ആശംസയുണ്ട്. ഹുസൈന്റെ കവിതകളെല്ലാം ഭൂപടത്തിനകത്തേക്ക് കയറാൻ പറ്റാത്ത മനുഷ്യരുടെ മുഖഛായയാണ്. ഏച്ചുകെട്ടലുകളില്ലാതെ നേരിട്ടുള്ള വായനയിൽ നൽകുന്ന കാഴ്ചകൾ ഹുസൈന്റെ കവിതകളുടെ വായനയെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റഫീഖ് പറഞ്ഞിരിക്കുന്നത്. അതെ, പലപ്പോഴും കവിതകളുടെ എല്ലാ ചിട്ടവട്ടങ്ങളും എന്റെ കവിതകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഞാൻ തന്നെ സംശയിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് എന്നോട് തന്നെ പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കണമെന്ന് തോന്നിയ ചില ചിന്തകളും അതേപോലെ പകർത്തി എഴുതിയതാണ് കവിതകൾ. ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് രമേശ് പെരുമ്പിലാവാണ്. പ്രിയ സുഹൃത്തു കൂടിയാണ് അല്ലെ? അതെ, അദ്ദേഹം ഷാർജ ബുക്ക് ഫെയറിന്റെ ഒക്കെ കോർഡിനേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്ത ഒരു സുഹൃത്താണ്. നല്ലൊരു എഴുത്തുകാരനാണ്. ഈ പുസ്തകത്തിലെ പല കവിതകളും നമ്മെ തീർത്തും അസ്വസ്ഥമായ ഒരു ലോകത്തിലേക്കാണ് നയിക്കുന്നത്. യുദ്ധങ്ങൾക്കും അഭയാർത്ഥിത്വത്തിനും നടുവിൽ ജീവൻ നിലനിർത്താൻ വിങ്ങുന്ന മനുഷ്യർ, മറുവശത്ത് അധികാരത്തിനും മതത്തിനും വേണ്ടി മനുഷ്യമൂല്യങ്ങളെ ത്യജിക്കുന്ന കാലം. എന്നാൽ കവിതകൾക്ക് തോൽവിയില്ല. അവ ചരിത്രത്തെ രേഖപ്പെടുത്തുകയും മനുഷ്യഹൃദയത്തിന്റെ കരച്ചിൽ ലോകത്തിന്റെ ചെവികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഓരോ വരിയും വേദനയുടെ രേഖ മാത്രമല്ല, പ്രതീക്ഷയുടെ വിത്തും വിതറിവെക്കുന്നു. കവിതയുടെ ശേഷിപ്പ് കാലത്തിന് കരുതലാകുന്നു. കാലത്തിന്റെ ഇരുട്ടിലും സാമൂഹിക വിങ്ങലിലും കവിത മാത്രമാണ് മനുഷ്യന്റെ വികാരത്തെയും മൂല്യങ്ങളെയും രക്ഷിക്കുന്ന കരുത്ത്. യുദ്ധത്തിന്റെ ഇരുണ്ട ഭൂപടത്തിൽ, അഭയാർത്ഥികളുടെ കരച്ചിലുകളിൽ, ശൂന്യമായ വീടുകളിൽ കവിത വെളിച്ചത്തിന്റെ ചെറുവിളക്കായി തെളിയും. കവിത മരണം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൽ പ്രതീക്ഷയുടെ വിത്ത് നട്ടുവെച്ചിരിക്കുന്നു. കവിതയുടെ വിത്തുകൾക്കൊപ്പം ഹുസൈൻ വാണിമേലിന്റെ കുഞ്ഞു കവിതകളുടെ തളിരുകളും നാളേക്ക് തണൽ വിരിക്കുന്ന വൻമരങ്ങളാകട്ടെ എന്ന് ആശംസിക്കുന്നു. രമേശ് പെരുമ്പിലാവ് തുടക്കത്തിൽ തന്നെ അവതാരികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആദ്യത്തെ കവിത തന്നെ അഭയാർത്ഥി എന്ന് പറഞ്ഞുള്ള കവിതയാണ്. അഭയാർത്ഥിയാകുക എന്നാൽ സ്വപ്നങ്ങൾ കാണാൻ പോലും അവകാശമില്ലാതാവുകയെന്നും, അന്ത്യവിശ്രമം കൊള്ളാൻ 6 മണ്ണ് പോലും ഇല്ലാതാവുകയെന്നും, കുഞ്ഞുങ്ങൾക്ക് പട്ടം പറത്താൻ ഒരു കഷ്ണം വാനം പോലും ഇല്ലാതാകുക എന്നുകൂടിയാണ്. വാർത്തകളിൽ കാണുമ്പോൾ അഭയാർത്ഥികൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ പനനീർ പൂവിന്റെ ഒരു ചെറിയ ചെടി എടുത്തു കൊണ്ടുപോകുന്ന ഒരു കുട്ടിയുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പലപ്പോഴും അഭയാർത്ഥികളാകുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ വീടും പരിസരവും നമ്മുടെ ഒരുപാട് ഓർമ്മകളും എല്ലാം അവിടെ ഇട്ടെറിഞ്ഞ് പോവേണ്ട ഒരവസ്ഥ വരിക. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്ന ബാല്യങ്ങൾ, ആ ബാല്യങ്ങൾക്ക് നഷ്ടമാവുന്നത് അവരുടെ വാനവും അവരുടെ ഭൂമിയും അവരുടെ ഓർമ്മകളും എല്ലാം അവർക്ക് നഷ്ടമാവുകയാണ്. അത്തരം കുട്ടികളുടെ ദൈന്യതയുള്ള മുഖങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ കാണുമ്പോൾ അത്തരം ചിന്തകളാണ് ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്. 40-ലാകും ശരിക്കും ഒരു മനുഷ്യന് ദിവ്യദർശനം ലഭിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വയസ്സുമായി ബന്ധപ്പെട്ടൊരു കവിത കടന്നു വരുന്നുണ്ട്. അതെ, ശരിക്ക് നമ്മൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ജോലിയൊക്കെ ആയി ഫാമിലിയായി സെറ്റിൽ ആയതിനു ശേഷം നമുക്കൊരു അവസ്ഥ വരും. അതായത് നമുക്കിപ്പോൾ നാട്ടിൽ നമ്മളെ പേരൻസ് ഒറ്റക്കായിരിക്കും, അതേസമയം ഇവിടെ ഫാമിലി ഉള്ളവർക്ക് ഫാമിലിന്റെ പ്രശ്നം ഉണ്ടാവും, ഇല്ല നമ്മൾ തനിച്ചാവുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷെ അതേസമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഫീലിംഗ് മനസ്സിലാവും, നമ്മുടെ പേരൻസിന്റെ ഫീലിംഗും മനസ്സിലാവും. ഇതിന് നടുക്കാണ് നമ്മളൊരു കുട്ടിയുമാണ്, അതേസമയം നമ്മളൊരു പാരന്റുമാണ്. അപ്പോൾ ശരിക്കും 40 വയസ്സ് ഒരു മിഡ് ഏജ് ആകുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി കുറച്ചുകൂടെ എമ്പത്തറ്റിക്കലായിട്ട് പെരുമാറാനും പറ്റുക എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ഈ കവിത. ഭൂതകാലത്തെയും ഭാവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ജ്ഞാനം കൈവരുന്നത് അപ്പോഴാകും. മകന് വേദനിക്കുമ്പോൾ അച്ഛനായും, അച്ഛനെ വേദനിക്കുമ്പോൾ മകനായും ചിന്തിക്കാനാവുന്നതിനേക്കാൾ ഉയർന്ന ദിവ്യജ്ഞാനം വേറെന്തുണ്ട് കൈവരിക്കാൻ. പാതി വഴി പിന്നിട്ടവനാവും താണ്ടിയ ദൂരവും ബാക്കിയുള്ള ദൂരവും അളന്നറിയാൻ കഴിയുക. പിന്നിട്ടതിന്റെയും ബാക്കിയുള്ളതിന്റെ നോവും വിലയും
അവനോളം ആരറിയാൻ. ഒരു ഏജിന്റെ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് കൃത്യമായിട്ട് ജീവിതം എന്താണെന്ന് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാനും മുന്നോട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് എങ്ങനെയൊക്കെ തരണം ചെയ്ത് പോകണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഏജിന്റെ സമയം കൂടി തന്നെയാണ് അല്ലേ. അതുപോലെ നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ച്, വാക്കുകളെ കുറിച്ച് പറയുന്ന ഒരു കവിത കൂടിയുണ്ട്, വാക്കെന്ന ആയുധം അല്ലേ. നമുക്ക് ആർക്ക് മേലിലും നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന വാക്കെന്ന ആയുധം. നമ്മൾ പറയാറുണ്ടല്ലോ, പിന്നെ വാവിട്ട വാക്ക് എന്ന് കൈവിട്ട ആയുധം എന്നൊക്കെ പറയാറുണ്ട്. പറ്റില്ല. അതെ, നമ്മൾ പലപ്പോഴും പറഞ്ഞു, നമ്മൾ കഴിഞ്ഞു, ചിലപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്ട്, അതുണ്ടാക്കുന്ന മുറിവ്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഉണ്ടയേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കും, അല്ലെ വേദന ഉണ്ടാക്കും, മുറിവുണ്ടാക്കും വാക്കുകൾ എന്ന് ഞാൻ അതിൽ പറഞ്ഞത്. വാക്കാൽ മരിച്ചവന്റെ മുഖത്തു നിന്നായിരുന്നു തോക്കാൽ മരിച്ചവന്റെ മുഖത്ത് കണ്ടതിനേക്കാൾ ആഴത്തിൽ പതിഞ്ഞ മുറിവുകൾ വായിക്കാനായത്. ഉണ്ടയേക്കാൾ മൂർച്ച നാവിനായതിലാവാം ആ മുഖത്ത് വിഷത്തീണ്ടലിൻ നീലിപ്പിപ്പോഴും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കവിത കടന്നു പോകുന്നത്. വളരെ ചെറിയ രീതിയിലാണ്, ഒരു പേജിൽ പറ്റുന്ന രീതിയിലാണ് കവിതകൾ കടന്നു പോകുന്നത്. അത് വളരെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അതെ അതെ, ചുരുങ്ങിയ വാക്കുകൾ വായിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും ചെറിയ ക്യാപ്സുൾ രൂപത്തിൽ അത്തരം കവിതകളാണ് ഇപ്പോൾ വായിക്കപ്പെടുന്നതും. ചെറുതായിരിക്കുമ്പോൾ വായിക്കാൻ സുഖമാണ്, എന്നാൽ ആളുകളിലേക്ക് പതിയേം വേണം. ആ രീതിയിലാണ് പലപ്പോഴും എൻ്റെ എഴുത്തുകൾ ചുരുക്കാൻ ശ്രമിച്ചത്. ഏത് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, എന്നാൽ അത് ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള കവിതയിലേക്കാണ് നമുക്ക് ഇനി വരാൻ പറ്റുന്നത്. പലപ്പോഴും ചില ആളുകൾ പറയും, ഓ നീ എത്ര ഭാഗ്യവാനാണ്. പക്ഷെ നമ്മുടെ പിന്നിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതൊന്നും അറിയാതെയാവും. ചിലപ്പോൾ ഞാൻ വേറൊരാളെ നോക്കുമ്പോൾ അയാളുടെ ജീവിതം വളരെ ഈസി ആയിട്ട് പോകുന്നുണ്ടാവും, പക്ഷെ അതേ സമയത്ത് ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തമാശക്ക് പറയാറുണ്ട്, നീയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ. മറ്റേ ആൾ പറയേണ്ടത് ശരിക്ക്, ദൈവം നീ എന്നെ ഞാനാക്കാതിരിക്കട്ടെ എന്നാണ് പറയേണ്ടത്. കാരണം അയാൾക്ക് മാത്രമേ അയാളുടെ ഫീലിംഗ് അറിയുള്ളൂ. മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാതെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഞാൻ നീയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അതെ അതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതില് ഒരു പേജിനുള്ള ഒരു 4 5 അല്ലെങ്കിൽ ഒരു 8 വരികളൊക്കെ ആയിട്ടാണ് ഓരോ കവിതകളും അവസാനിച്ചു പോകുന്നത്. ഇതിൽ വെറും 4 വരികളിലൂടെയാണ് ഈ ഒരു കവിത അവസാനിക്കുന്നത്. അച്ഛൻ എന്ന കവിത. എല്ലാ കവികളും അച്ഛനെ കുറിച്ച് വർണ്ണിക്കാറുണ്ട്. ഇതെങ്ങനെ കുറഞ്ഞു പോയി 4 വരി മാത്രം? അച്ഛൻ ഉണ്ടാക്കിയ ഒരു ശൂന്യത ആണ്. ഞാൻ എൻ്റെ ആദ്യ പുസ്തകത്തിലും അച്ഛനെ കുറിച്ചുള്ള കുറെ ഓർമ്മകൾ, എൻ്റെ ബാപ്പാന്റെ കൂടെയുള്ള കുറെ ഓർമ്മകളും ചെറുപ്പകാലമൊക്കെയാണ് അതിൽ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. ഇപ്പം ഈ കവിതയിൽ 2 കവിതകൾ ഞാൻ അച്ഛനെ പറ്റി, അല്ലെ എൻ്റെ ബാപ്പയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിലൊരു കവിതയാണ് ഈ പറഞ്ഞ അച്ഛൻ എന്നുള്ള കവിത. അച്ഛൻ മരിച്ചെന്ന് വീടുറങ്ങി, അമ്മയുറങ്ങിയില്ല ഞാനും. അച്ഛനൊപ്പം വീട്ടിലെ വീട് എങ്ങോ ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു 4 വരിയിലാണ് തീരുന്നത്. സത്യത്തിൽ വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഹോം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെ നമ്മുടെ അച്ഛൻ അമ്മ ഒക്കെ അവരുടെ ചുറ്റുവട്ടത്തുള്ള ഒരു ചിന്തയാണ് വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ. അപ്പോൾ അച്ഛൻ പോകുമ്പോൾ വീട്ടിലെ ഒരു ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ഫീല് നമുക്കുണ്ടാവും. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീല്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സുരക്ഷിതത്വ ബോധം നമുക്ക് നഷ്ടമായി എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ കവിതയിലേക്ക് നയിച്ചത്. അതിൽ തന്നെ അച്ഛനെ കുറിച്ച് പറയുന്ന മറ്റൊരു കവിതയാണ് അച്ഛൻ പോയതിൻ പിന്നെ എന്ന് പറഞ്ഞിട്ടല്ലേ. അച്ഛൻ പോയതിൻ പിന്നെയാണ് ജീവിതം നൂല് പൊട്ടിയ പുസ്തകം കണക്കിയായത്. സ്വന്തം അനുഭവം തന്നെയാണ് പറഞ്ഞത്. അതെ, പലപ്പോഴും അച്ഛൻ ഉണ്ടാവുമ്പോഴാണ് ഒരു ചേർത്ത് നിർത്തലുകൾ നമുക്ക് ഫീൽ ചെയ്യുക. നമ്മുടെ കുടുംബക്കാര്, നമ്മളെ കൂട്ടക്കാര്, സഹോദരങ്ങള്, അവരൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം, അടുത്തിരിക്കുന്ന പല ബന്ധങ്ങളും നമുക്ക് അറിയാതെ അകന്നു പോകുന്ന ഒരു ഫീല് നമുക്കുണ്ടാവും. പലപ്പോഴും നമ്മൾ അത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അത് അത്രമാത്രം കെട്ടുറപ്പ് നഷ്ടപ്പെട്ട ഒരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബന്ധങ്ങളുടെ ഒരു കണ്ണിയാണ്. അതാണ് ആ കവിതയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്. അതുപോലെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പല അടയാളങ്ങളും ഉണ്ടാകാറുണ്ട്. പലരെയും നമ്മൾ തിരിച്ചറിയുന്ന ചില അടയാളങ്ങളിലൂടെയാണ്. അത്തരത്തിലുള്ള അടയാളത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിത കൂടിയുണ്ട്. എന്നോടവർ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞു മനുഷ്യൻ. ജാതി ചോദിച്ചു, ഞാൻ പറഞ്ഞു മനുഷ്യജാതി. നാട് ചോദിച്ചു, ഈ ഭൂമി തന്നെയെന്ന് ഞാൻ. പേരും ജാതിയും നാടും അറിഞ്ഞിട്ട് വേണമായിരുന്നു അവർക്കെന്നെ അന്യനാക്കാൻ. പലപ്പോഴും നമ്മള് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളുടെ ആൾക്കാർ ചോദിക്കും എവിടെയാണ്, പേരെന്താണ്. അപ്പൊ ആളുകൾ പല കാരണങ്ങൾ തേടി നമ്മളെ അന്യരാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ ഒരു കാരണം മതി നമുക്ക് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും. പക്ഷെ പലപ്പോഴും പല അനുഭവങ്ങളും ഇത്തരത്തിലുണ്ടാവും. ആളുകൾ ചോദിക്കും പേരെന്താ, നിന്റെ നാട് എവിടെയാ. അപ്പോൾ നമ്മൾ തന്നെ പല നാടിനെയും പല ദേശത്തെയും പല ഭാഷയെയും നമ്മൾ അകറ്റി നിർത്താൻ വേണ്ടി നമുക്കുള്ളിൽ ഒരു തോന്നൽ മനുഷ്യരിൽ ഇല്ലേ എന്നുള്ളൊരു തോന്നലാണ് ഈ കവിതയിലേക്ക് നയിച്ചത്. ഇതിൽ പല കാരണങ്ങൾ തേടി പോകുന്ന മനുഷ്യർ അകറ്റി നിർത്താൻ, പക്ഷെ സത്യത്തിൽ ഒറ്റ നൂലിൽ കോർത്ത മുത്തുകളാണ് മനുഷ്യർ. ഇതിൽ ഓരോ കവിതകളും പരിചയപ്പെട്ടു പോകുമ്പോൾ ഏതൊരു കവിയും സമൂഹത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരുടെ വരികളിലൂടെ വ്യക്തമായി ലോകത്തോടത് വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയാണ്. ലോകം ഇന്നും ദുഃഖിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് അടുത്ത കവിത വരുന്നത്. പൊട്ടിയ കപ്പലിലെ ഒരമ്മ എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല.
ഐലൻ ഖുർദീനെ കുറിച്ച് ഇപ്പോൾ പലായനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ചിലപ്പോൾ ഐലൻ ഖുർദി തന്നെ ആയിരിക്കും. അതെ, ശരിക്ക് ഐലൻ ഖുർദി എന്ന് പറയുന്ന സിറിയൻ ബാലന്റെ ചിത്രം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. ആ ചിത്രം നമ്മൾ എപ്പോഴും വേട്ടയാടും. അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ രതീഷ് പറഞ്ഞതുപോലെ ഈ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരിക. അപ്പം ഈ കവിതയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത്, പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ ജീവിതമായിട്ട് നമ്മൾ പലപ്പോഴും കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് വല്ലാതെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ മകൻ തന്നെ കമിഴ്ന്ന് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഈ കുട്ടിയെ ഓർമ്മ വരും. അപ്പം ഞാൻ ഇവനെ തിരിച്ചു കിടത്തുകയോ അല്ലെങ്കിൽ പുതപ്പ് കൊണ്ട് പുതക്കുകയൊക്കെ ചെയ്യും. കാരണം ഇത്തരം ചില കാഴ്ചകൾ, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന കുട്ടികൾ, ചെറിയ ബോട്ടിൽ കുറേ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ട് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര തിരിക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കരയുന്ന അമ്മമാര്, ചെറിയ കുട്ടികളെ, മുറിവേറ്റ കുട്ടികളെ എടുത്ത് ഇരിക്കുന്ന അമ്മമാർ, ഇതൊക്കെയാണ് യുദ്ധം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഈ കാഴ്ചകൾ നമ്മളെ കാഴ്ചകളായി മാറുമ്പോൾ, അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അതിനെ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. അത്തരം ഉറക്കം വരാത്ത ചില രാത്രികളിൽ കുറിക്കുന്ന ചില കുറിപ്പുകളാണ് ഇത്തരം കവിതകളായിട്ട് മാറുന്നത്. അതുപോലെ ഇപ്പൊ ഇതിന്റെ പേരിലേക്ക് നമുക്ക് വരാം. തൂവൽ ശേഷിപ്പ് എന്നുള്ള പേര് വന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. തൂവൽ ശേഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇണയെ നഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളുകൾ നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മൾ എന്ത് ബാക്കിയാവുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ബാക്കിയാക്കി പോകുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷിയെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിൽ ബാക്കിയാവുന്ന ഒരു തൂവൽ അല്ലെങ്കിൽ ഒരു ചൂടുണ്ടല്ലോ, അത്തരം തൂവൽ ശേഷിപ്പ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയപ്പോൾ അവരുടെ ഭർത്താവും കുട്ടികളും മാത്രമുള്ള വീട്ടിൽ ഞാൻ പോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ ചില ചിന്തകളാണ് ഈ കവിതയായി മാറിയത്. 40 കവിതകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. അപ്പൊ അതിൽ ഓരോ കവിതകൾക്കും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. സത്യത്തിൽ എൻ്റെ സുഹൃത്ത് CP ഷെരീഫ്, അദ്ദേഹം നന്നായി കവിതകൾ എഴുതും. അദ്ദേഹം തന്നെ പറഞ്ഞത്, അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങിയത് ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് എഴുതിയാണ് അദ്ദേഹം എഴുതാൻ തുടങ്ങിയത് എന്നാണ്. അപ്പോൾ ഞാൻ ഈ എഴുത്തുകൾ പുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തോട് ചിത്രങ്ങൾ വരക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല, കവിതകൾ മാത്രം അയച്ചു കൊടുത്തു. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം വരച്ച ചിത്രങ്ങളാണ്. എല്ലാം നന്നായിട്ടുണ്ട്. നമ്മൾ എന്താണ് പറയാൻ ശ്രമിച്ചത് അതിനെ ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്ന രീതിയിലാണ് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചത്. കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുരേഷ് കൂവാട്ട് എന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അതിലും ഈ പറഞ്ഞതുപോലെ കവിതയുടെ എസൻസ്, കവിതയുടെ ഉള്ളടക്കം വ്യക്തമാക്കുന്ന രീതിയിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥകളിലൂടെയൊക്കെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളൊക്കെ ഈ ഒരു കവിത സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്നാണ് യുദ്ധം, സമാധാനം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാധാനമാണ്. യുദ്ധത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഒരിടത്തുകൂടി യുദ്ധം അവസാനിച്ചു. ഒരു മേശയ്ക്കിരുവശം ഇരുന്ന് നേതാക്കൾ കൈകൊടുക്കുന്നു, ചായ കുടിക്കുന്നു. കരിഞ്ഞുണങ്ങിയ കൃഷിഭൂമിയിൽ മുട്ടുകുത്തിയിരുന്നൊരു കർഷകൻ വാവിട്ട് കരയുന്നു. പാതിയും നിലം പൊത്തിയ ഒരു സ്കൂളിലെ ഹാജർ പട്ടികയിലെ വെട്ടിയ പേരുകൾ നോക്കി ടീച്ചർ കണ്ണീരണിയുന്നു. തുളവീണ കറുത്ത ബോർഡിൽ 0 കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും 0 മാത്രമേ ബാക്കിയാവുള്ളൂ എന്നൊരു ടീച്ചർ പാഠമോതും. യുദ്ധവും സമാധാനവും നമ്മൾ ചിന്തിക്കുമ്പോൾ, യുദ്ധം എന്ന് പറയുമ്പോൾ ഫുട്ബോൾ മാച്ച് കാണുന്ന ലാഘവത്തോടെ കാണുമ്പോഴും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ അല്ലെ കുറച്ചുകൂടെ അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ യുദ്ധം ബാക്കിയാവുന്ന കാഴ്ചകൾ എന്തൊക്കെയാവും. ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യർ, പിന്നെ മരണപ്പെട്ട കുട്ടികൾ, ചോര ചിതറിയ ശരീരങ്ങൾ, നശിപ്പിക്കപ്പെട്ട ഭൂമികൾ, കൃഷിഭൂമികൾ, ക്ലാസ്സിൽ പകുതി കുട്ടികൾ മാത്രം വരുന്ന സ്കൂളുകൾ, യുദ്ധത്തിന് ശേഷം ബാക്കിയാവുന്ന ഒരു കുറെ കാഴ്ചകളെ പറ്റി ചിന്തിച്ച് ഒരുപാട് അസ്വസ്ഥപ്പെടാറുണ്ട് പലപ്പോഴും. അത്തരം ആശങ്കകൾ, അത്തരം ചിന്തകളൊക്കെയാണ് ഈ കവിതയിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇതിന്റെ അവസാനങ്ങളിൽ നോവലിസ്റ്റ് വെള്ളിയോടൻ പറയുന്നുണ്ട്, ഈ കവിതകൾക്ക് നല്ല ശക്തിയും മൂർച്ചയും ഉണ്ട്. നിഷേധിക്കപ്പെട്ട ആകാശക്കാഴ്ചയ്ക്കായുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ നിസ്സഹായതയുമുണ്ട്. വായനക്കാരന്റെ ചിന്തകളെ ഈ കവിതകൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുതന്നെയാണ് തോന്നില്ല. ഓരോ കവിതകളും നമുക്ക് വായിച്ചു പോകുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സബ്ജക്റ്റുകളും പല വിഷയങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ എഴുത്തുകാരനും കവിയായിട്ടുള്ള അരുൺ ഭാസ്കരൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരോടും അതിനപ്പുറം ഭൂമിയിലെ മറ്റെല്ലാത്തിനോടുമുള്ള കരുണയും കരുതലുമാണ് ഹുസൈന്റെ എഴുത്തിൽ തെളിഞ്ഞു കാണുന്നത്. സ്നേഹമില്ലാതെ ഈ പ്രപഞ്ചമില്ലെന്ന മഹത്തായ സന്ദേശവും നൽകുന്നു. വാക്കുകൾ നന്മയുടെ വിത്തുകളാകുമ്പോൾ വായനക്കാരന്റെ മനസ്സ് മഴയാകുന്നു. കവിതകൾ മുളപൊട്ടുന്നു. പുതിയ കവിതാ സമാഹാരത്തിന് ആശംസകൾ നേർന്നു എന്ന് പറഞ്ഞിട്ട് അരുൺ ഭാസ്കർ പറയുന്നു. അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ടുള്ള സുരേഷ് കൂവാട്ടും പറയുന്നുണ്ട്, മാതൃരാജ്യം നഷ്ടപ്പെട്ട പിറന്ന മണ്ണിലെ അഭയാർത്ഥികളാകേണ്ടി വന്നൊരു ജനതയുടെ വിലാപകാവ്യം തന്റെ തൂലികത്തുമ്പിനാൽ കുറിച്ചിട്ട കവി നാളെയുടെ കുഞ്ഞുമക്കൾക്കായി തലചായ്ക്കാൻ ഒരിടം സ്വപ്നം കാണുകയാണ്. കാലത്തിനും ദേശത്തിനും ഭാഷയ്ക്കും അപ്പുറം വിഷയങ്ങളുടെ സൂക്ഷ്മവശങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഓരോ കവിതയും. പ്രിയപ്പെട്ട കവിക്ക് ആശംസകൾ നേർന്നു പറഞ്ഞിട്ട് സുരേഷ് കൂവാട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്കും
പറയാനുള്ളത്, കവികൾ ഓരോ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ്. എപ്പോഴും സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ കവിതകളിലൂടെ സംസാരിക്കുക, അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സാധിക്കട്ടെ. കുട്ടികളുടെ സങ്കടങ്ങളും സമൂഹത്തിൽ നടക്കുന്ന തിന്മയ്ക്കൊക്കെ എതിരെ സംസാരിക്കാനായിട്ട് ഓരോ കവിതയ്ക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. റേഡിയോ മലയാളം 98.6. ഒരുപാട് നന്ദി രതീഷ്. ഇനിയും മറ്റൊരു പുസ്തകവുമായി വീണ്ടും വരാം. തീർച്ചയായും. ഹുസൈൻ വാണിമേലായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് തൂവൽ ശേഷിപ്പ്. അത് ഷാർജ ബുക്ക് ഫെയറിലാണ് ഈ അടുത്തിടെ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പേരിലേക്ക് അത് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പ്രതികരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഓരോ കവിതകളും നമുക്കായിട്ട് നൽകിയിരിക്കുന്നു. 40 കവിതകൾ അടങ്ങിയ കവിതാ സമാഹാരം. തൂവൽ ശേഷിപ്പ് എന്നാണ് ഈ ഒരു കവിതാ പുസ്തകത്തിന്റെ പേര്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഖത്തറിൽ തന്നെ ഈ ഒരു പുസ്തകം അവൈലബിൾ ആണ്. ഹുസൈൻ വാണിമേലുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ച റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടേണ്ട സമയമായി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകവുമായിട്ട് എത്തിച്ചേരാവുന്ന പ്രതീക്ഷയോടെ ചാച്ചാ ബോബി പറയുകയാണ് രതീഷ്.